വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി അല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വിനിയോഗിക്കാതെ വെച്ചിരിക്കുന്ന സ്വർണ്ണങ്ങളും വെള്ളികളും അല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ അങ്ങനെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവ് ചെയ്യാതെ വെച്ചിരിക്കുന്നവരോട് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം വേദനാജനകമായ ശിക്ഷ കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കുക. പള്ളിക്കും കൊടുക്കുന്നില്ല, അനാഥകൾക്ക് കൊടുക്കുന്നില്ല, പാവപ്പെട്ടവരും ദരിദ്രർക്കും അനാഥകൾക്കും അഗതികൾക്കും കൊടുക്കുന്നില്ല, ദീനിന്റെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നില്ല. ഇങ്ങനെ കെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്ന സമ്പത്ത് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് ശുഭവാർത്ത അറിയിച്ചു കൊള്ളാൻ വേണ്ടിയുള്ള ആയത്തിറങ്ങിയപ്പോ സഹാബത്ത് പോയിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, എന്നാൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ സമ്പത്ത് വല്ലതുകൊണ്ടോ നബിയേ? സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ സമ്പത്ത് വല്ലതുണ്ടോ? ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ, പാപങ്ങൾക്കും അനാഥകൾക്കും അഗതികൾക്കൊക്കെ കൊടുക്കാതെ കെട്ടിപ്പിടിച്ചു വെച്ചാൽ ഇതൊക്കെ നാളെ പരലോകത്ത് കടുത്ത ശിക്ഷയില്ലേ? എന്നാൽ ആ ശിക്ഷ കിട്ടാത്ത നിലയിൽ സൂക്ഷിക്കാൻ പറ്റിയ നല്ല സമ്പത്ത് വല്ലതുകൊണ്ടോ? ഹബീബായ പ്രവാചകൻ പറഞ്ഞു, ഉണ്ട് ഉണ്ട്. ഒന്ന് കൽബുൻ ഷാകിറാ, നന്ദിയുള്ള ഹൃദയമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നന്ദിയുള്ള ഹൃദയം, നന്ദിയുള്ള ഹൃദയം, നന്ദിയുള്ള ഹൃദയം അത് ദുനിയാവിൽ വലിയൊരു സൗഭാഗ്യമാണ്, വലിയൊരു നിധിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ടാക്കിയെടുക്കുക. ഉള്ളവർ അതിനെ കൂടുതൽ നന്നാക്കുക, ഇല്ലാത്തവർ നന്ദിയുള്ള ഹൃദയത്തെ ഉണ്ടാക്കിയെടുക്കുക. രണ്ടല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലിസാനൻ ദാകിറാ, ദിക്ർ ചൊല്ലുന്ന നാവാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ദിക്ർ ചൊല്ലുന്ന നാവ്, ദിക്ർ ചൊല്ലുന്ന നാവ് ഒരു ദുനിയാവിൽ കിട്ടുന്ന സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റിയ വലിയ നിധിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരെന്നറിയോ? സൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനു അഹദുകും അലാ ദീനിഹി, ദീനിന്റെ വിഷയത്തിൽ നിന്നെ സഹായിക്കുന്ന ഭാര്യ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഭർത്താവിനെ ദീനിയായി സഹായിക്കുന്ന ഭാര്യ, അവിടെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ്, മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹറസ സുലുസൈ ദീനി, വിവാഹത്തിലൂടെ ദീനിന്റെ 2/3 പൂർത്തിയാക്കി പിന്നെ 1 പൂർത്തിയാക്കി തരുമാര് അവന്റെ ഭാര്യ സ്വാലിഹത്താണെങ്കിൽ, ഭാര്യ നല്ലവളാണെങ്കിൽ ഭർത്താവിനെ അവൾ നന്നാക്കിയെടുത്തോളും. ഭർത്താവിനെ ദീനിയായി സഹായിക്കും. തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണാണ് ഭാര്യയായി ഒരുത്തന് കിട്ടിയതെങ്കിൽ അവനും തഹജ്ജുദ് നിസ്കരിക്കുന്നവനായി തീരും. സുബഹി നിസ്കാരമുള്ള പെണ്ണാണെങ്കിൽ സുബഹിക്ക് ഭർത്താവിനെ വിളിച്ചിട്ട് ഇക്കാ പള്ളിയിലേക്ക് പോകുന്നില്ലേ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് പറഞ്ഞേക്കുന്നൊരു ഭാര്യയായി ലഭിച്ചവർ വലിയ ഭാഗ്യമുള്ളവരാണ്. വൈകുന്നേരം ലുലുവിൽ പോകാമെന്ന് പറയുന്ന ഭാര്യയല്ല, ബീച്ചിൽ പോകാമെന്ന് നിർബന്ധിക്കുന്ന ഭാര്യയല്ല. പോകണ്ടെന്നല്ല, പക്ഷെ അവളെ സംബന്ധിച്ചത് മാത്രമേ ഉള്ളൂ. നിസ്കാരമില്ല, ഖുർആൻ ഓതലില്ല, സുന്നത്തുകളില്ല, ദിക്റില്ല, സ്വലാത്തില്ല. ഇങ്ങനത്തെ പെണ്ണത് അപകടമാണ്. ആ പെണ്ണ് അപകടമാണ്. ഇടുങ്ങിയ വീട് എത്ര അസ്വസ്ഥത തരുമോ? ഇടുങ്ങിയ വീട്, വെളിച്ചമില്ലാത്ത ഇടുങ്ങിയ വീട്. ഒരു മനുഷ്യന് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും മോശമായ 4 കാര്യങ്ങളെ മുത്തുനബി എണ്ണി. അതിൽ ഒന്ന് വാസയോഗ്യമല്ലാത്ത വീടാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെ വാസയോഗ്യമല്ലാത്തൊരു വീട് ഒരു മനുഷ്യന് എത്രത്തോളം അസ്വസ്ഥത തരുമോ അതിനേക്കാളും ഈ ഭാര്യ അവനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കും. അതിനേക്കാളും ഈ ഭാര്യ അവനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കും. വീടില്ലെങ്കിലും കുഴപ്പമില്ല, ബസ് സ്റ്റാൻഡിന്റെ തിണ്ണയിലെങ്കിലും കിടന്നുറങ്ങാം. പക്ഷേ ഈ ഭാര്യ തരുന്ന ടെൻഷനിൽ നിന്നല്ല, ഈ ഭാര്യയുടെ ശർറിൽ നിന്ന് കാക്കണമെന്ന് ദുആ ചെയ്തു പോകും. ഭാര്യ സ്വാലിഹത്തായില്ലെങ്കിൽ അതുകൊണ്ട് ദീനിനാണ് മാർക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ ദീനീ ബോധമുള്ള പെണ്ണാണെങ്കിൽ തഹജ്ജുദിന് നിങ്ങളെ വിളിച്ചുണർത്തുന്ന ഭാര്യ, സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിലേക്ക് പറഞ്ഞേക്കുന്ന ഭാര്യ നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ വിജയിച്ചവരായേ. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനുഭാവന്റെ മാതാവ്, പാതിരാത്രിയിൽ തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് വെള്ളം ചൂടാക്കി
ആ ചൂടുവെള്ളം കൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ എന്ന പൊന്നുമോനെ കുളിപ്പിച്ചു. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കും. എന്നിട്ട് സുബഹി വരെ ഉമ്മയും മോനും ഇരുന്ന് ഖുർആൻ ഓതി ദുആ ചെയ്യും. എന്നിട്ട് സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ ഈ ഉമ്മ ബാങ്ക് കേട്ട പള്ളിയിലേക്ക് മകനെ കൊണ്ടുപോയി ആക്കി കൊടുക്കും. ഈ മകനാണ് പിൽക്കാലത്ത് ലോകമറിഞ്ഞ വലിയ ഫഖീഹായി മാറി, 1 ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള മനുഷ്യനായി മാറി അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്. എന്ത് എന്നാൽ നമ്മുടെ ഭാര്യമാരുടെ അവസ്ഥയോ? രാവിലെ 6:30 തുടങ്ങുന്ന മദ്രസയിൽ പോലും മക്കളെ രാവിലെ എഴുന്നേൽപ്പിച്ച് പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് അത്രപൂഷി ചായ കൊടുത്ത് ചുംബനമർപ്പിച്ച് വിശുദ്ധ ഖുർആനും കയ്യിലെടുത്തിട്ട് മോനെ മദ്രസയിലേക്ക് നീ നേരത്തെ പോയെന്ന് പറഞ്ഞു വിടുന്ന എത്ര ഉമ്മമാരുണ്ട്, എത്ര ഭാര്യമാരുണ്ട്. നമ്മുടെ മക്കളെ രാവിലെ എഴുന്നേൽപ്പിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു വിടുന്നവർ, രാവിലെ കിടന്നുറങ്ങുന്ന അതേ ഡ്രസ്സിൽ തന്നെ വരുന്ന മക്കളില്ലേ? നമ്മുടെ ഭാര്യമാരെ എഴുന്നേൽക്കാതെ എങ്ങനെയാണ് മക്കൾ എഴുന്നേറ്റ് വരിക? 9 മണിക്ക് മദ്രസയിൽ വരുന്ന ചില കുട്ടികൾ പോലും കാപ്പി കുടിക്കാതെയാണ് മദ്രസയിൽ വരുന്നത്. 9 മണിക്ക് വരുന്ന കുട്ടികൾ പോലും ശനി ഞായർ ദിവസങ്ങൾ ചോദിക്കുമ്പോ അവർ ഉമ്മ എഴുന്നേറ്റില്ല എന്ന് പറയുന്ന മക്കളുണ്ട്. ഉമ്മ എഴുന്നേറ്റില്ല എന്ന് പറയുന്ന മക്കൾ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ മക്കൾ നന്നാകണമെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചീത്തയൊന്നും വിളിക്കണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട. കാരണം അങ്ങനെ പറഞ്ഞിട്ട് ഇനി കാര്യവുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ആദ്യമേ ആലോചിക്കണമായിരുന്നു. കല്യാണം കഴിഞ്ഞ് നന്നാകാമെന്ന് വിചാരിച്ചാൽ കഴിയില്ല മുഅ്മിനീങ്ങളെ, നന്നാവില്ല. അത് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോട് ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ പറഞ്ഞാൽ അത് അവർക്കും തിരിയൂല.